ഓക്കെ ഗൈസ്, ഐ ആം ബാക്ക് വിത്ത് അനദർ വീഡിയോ. വീണ്ടും IPL ഒരു 5 മത്സരങ്ങൾക്ക് ശേഷം 5 തോൽവിക്ക് ശേഷം CSK ഒരു കളി ജയിച്ചിരിക്കുകയാണ്. ഇന്ന് LSG ആയിട്ടുള്ള മത്സരത്തിൽ CSK 166 എന്ന റൺസ് ചേസ് ചെയ്യാനായിട്ട് ഇറങ്ങിയിട്ട് 168 റൺസ് നേടിയായിരുന്നു. നല്ലപോലെ ബാറ്റിംഗ് ചെയ്തായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഫൈനൽ ഓവറിലാണ് കളി ജയിക്കുന്നത്. അപ്പോൾ ഇതിലും വലിയൊരു ചേസിങ് വന്നാൽ CSK അത് എങ്ങനെ നേരിടുമെന്ന് എനിക്ക് അറിയില്ല. പക്ഷെ എന്തായാലും ഇന്നത്തെ കളി CSK ജയിച്ചിരിക്കുകയാണ്. ഇന്ന് ഒരു ചേഞ്ച് കൊണ്ടുവന്നായിരുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്തുകൊണ്ട് യങ്സ്റ്റേഴ്സിന് അവസരം കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇന്ന് അവർ ഒരു യങ്സ്റ്ററിന് അവസരം കൊടുത്തായിരുന്നു. ആന്ധ്രാപ്രദേശിലെ അവിടുത്തെ ലീഗ് മത്സരം കളിച്ചിട്ടുള്ള ഷെയ്ഖ് റഷീദാണ് ഇന്ന് ടീമിൽ ഇടം നേടിയത്. ഓപ്പണറായിട്ട് ഇറങ്ങിയായിരുന്നു. നല്ലപോലെ ഒരു മികച്ച ഇന്നിങ്സ് കാഴ്ചവെച്ചായിരുന്നു. 19 ബോളിൽ 27 റൺസ് എടുത്തായിരുന്നു. ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു 6 ബൗണ്ടറിയാണ് നേടിയിട്ടുള്ളത്, 6 4 നേടിയായിരുന്നു. അതുപോലെ തന്നെ ഓപ്പണറായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും കൂടെ ഉണ്ടായിരുന്ന റച്ചിൻ രവീന്ദ്രയും 37 റൺ അടിച്ചായിരുന്നു. 37 റൺ 22 ബോളിൽ അടിച്ചായിരുന്നു. ആ ഒരു ഓപ്പണിംഗ് പവർ പ്ലേയിലുള്ള ആ ഒരു ഓപ്പണിംഗ് കൂട്ടിയിട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയതുകൊണ്ടാണ് കളി ജയിക്കാൻ സാധിച്ചതെന്ന് വേണമെങ്കിൽ പറയാം. അതിനുശേഷം രാഹുൽ ത്രിപാഠി വീണ്ടും എന്തിനാണ് കളിയിൽ നിലനിർത്തിയിരിക്കുന്നത് എനിക്കറിയില്ല. പക്ഷേ ഇന്നത്തെ കളിയോടുകൂടെ രാഹുൽ ത്രിപാഠിക്ക് ഇനി അടുത്ത കളിയിലെ ചാൻസ് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ്. അടുത്ത കളിയിൽ എന്തായാലും രാഹുൽ ത്രിപാഠി കാണേണ്ട സാധ്യത ഇല്ല. അതുപോലെ തന്നെ ഇന്ന് ജഡേജ കുറച്ച് നേരത്തെ വന്നായിരുന്നു. ലാസ്റ്റ് ധോണി 11 ബോളിൽ 26 റൺസാണ് നേടിയത്. ഒരു 6ഉം 4 4ഉമാണ് ധോണി നേടിയത്. അതുപോലെ തന്നെ ഇമ്പാക്ട് പ്ലെയർ ആയിട്ട് ഇറങ്ങിയ ശിവൻ ദുബെയും ഇന്ന് 37 പന്തിൽ 43 റൺസ് നേടിയായിരുന്നു. 3 4ഉം 2 6ഉമാണ് ശിവൻ ദുബെ നേടിയത്. സോ എന്തായാലും CSK ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഒരു ജയം എന്ന് പറയുന്നത് ഒരു ചെറിയൊരു ആശ്വാസകരമാണ്. പക്ഷേ എന്നാൽ തന്നെ ഇനിയുള്ള എല്ലാ കളിയും എല്ലാം ടഫായിട്ട് അവർ തോറ്റു വന്ന ടീമുമായിട്ടാണ് ഇനി കൂടുതൽ കളിയുള്ളത്. അപ്പം ആ കളിയൊക്കെ ജയിച്ചാൽ മാത്രമേ 4ാം സ്ഥാനത്തെങ്കിലും എത്തുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടതായിട്ടുണ്ട് ഇനിയും CSK. അപ്പോൾ CSK ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഇന്നൊരു അവർക്കൊരു കുഴപ്പമില്ലാത്തൊരു ആശ്വാസകരമായ ഒരു ദിവസമാണ് CSKയുടെ ഒരു വിജയം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ, ഞാൻ ഇന്നലെയും മെനഞ്ഞാന്നൊന്നും വീഡിയോ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ടേബിൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പോയിന്റ്സ് ടേബിളിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് GT തന്നെയാണ്. ഗുജറാത്ത് ടൈറ്റൻസ് 6 മത്സരത്തിൽ 4 വിജയമാണ്. അതുപോലെ തന്നെ 2 തോൽവിയുണ്ട്. 8 പോയിന്റായിട്ട് 1ാം സ്ഥാനത്തുണ്ട്. 2ാം സ്ഥാനത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ആണുള്ളത്. ഇതുവരെയും ഒരു കളി പോലും തോറ്റിട്ടില്ലാത്ത ഡൽഹി ക്യാപിറ്റൽ ഇന്നലെ തോറ്റായിരുന്നു. ഡൽഹി ക്യാപിറ്റൽ ഇപ്പോൾ 5 മത്സരങ്ങളിൽ 4 ജയിച്ചു, 1 തോറ്റു. 8 പോയിന്റുമായിട്ട് 2ാം സ്ഥാനത്തുണ്ട്. 3ാം സ്ഥാനത്ത് RCB ആണ് ഇപ്പോൾ ഉള്ളത്. RCB ഇന്നലെ രാജസ്ഥാനിലൂടെ ജയിച്ചായിരുന്നു. RCBയുടെ കളി കണ്ടപ്പോൾ വിരാട് കോഹ്ലിക്ക് എന്തോ ഒരു കുഴപ്പമുള്ള പോലെ അതിനകത്ത് തോന്നിയായിരുന്നു. വിരാട് കോഹ്ലിക്ക് ശ്വാസം എടുക്കാൻ പറ്റാത്ത പോലെ, നെഞ്ചുവേദന വന്ന പോലെയൊക്കെ കുറേ ന്യൂസ് ഇങ്ങനെ വരുന്നുണ്ട്. അതിന്നലെ സഞ്ജു സാംസണോട് പോയിട്ട് ഇവിടെ തൊട്ട് നോക്കാൻ വേണ്ടി, ഹാർട്ട് ബീറ്റ് കൂടുതലാണോ നോക്കാൻ വേണ്ടി വിരാട് കോഹ്ലി പോയി പറയുന്നതൊക്കെ ഇന്നലെ നമ്മൾ ആ ഒരു കളി ലൈവ് കണ്ടപ്പോഴത്തേക്കും കണ്ടവർക്കൊക്കെ മനസ്സിലായി കാണും. അപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇന്നലെ ആ കളി ജയിച്ചു. ലാസ്റ്റ് വരെ വിരാട് കോഹ്ലി നിന്നിട്ട് ആ ഒരു കളി ജയിപ്പിച്ചിട്ടാണ് പോയത്. അപ്പോൾ അങ്ങനെ RCB ഇപ്പോൾ 3ാം സ്ഥാനത്തോട്ടായിരിക്കുകയാണ്. 3ാം സ്ഥാനത്ത് 6 മത്സരങ്ങളിൽ 4 മത്സരം ജയിച്ച് 2 മത്സരം തോറ്റ് 8 പോയിന്റുമായിട്ട് 3ാം സ്ഥാനത്തുണ്ട്. 4ാം സ്ഥാനത്ത് LSG ആണുള്ളത്. LSG ഇപ്പോൾ ഇന്നത്തെ മത്സരം കൂടെ നോക്കുകയാണെങ്കിൽ 7 മത്സരത്തിൽ 4 ജയിച്ച് 3 തോറ്റിട്ട് 8 പോയിന്റുമായിട്ട് 4ാം സ്ഥാനത്തുണ്ട്. ഈ 4ാം സ്ഥാനത്തുള്ള, അതായത് 1ാം സ്ഥാനം മുതൽ 4ാം സ്ഥാനം വരെയുള്ള 4 ടീമുകളും 8 പോയിന്റ് നിലനിർത്തിയിട്ടാണ് ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് നിൽക്കുന്നത്. അതിൽ അവരുടെ റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഒരു പൊസിഷൻസ് 1ാം സ്ഥാനം, 2ാം സ്ഥാനം, 3ാം സ്ഥാനം, 4ാം സ്ഥാനം വരുന്നത്. 5ാം സ്ഥാനത്ത് KKR ആണുള്ളത്. 6 മത്സരങ്ങളിൽ 3 ജയിച്ച് 3 തോറ്റിട്ട് 6 പോയിന്റുമായിട്ട് 5ാം സ്ഥാനത്ത്. 6ാം സ്ഥാനത്ത് പഞ്ചാബ് കിങ്സ് ആണുള്ളത്. 5 മത്സരങ്ങളിൽ 3 ജയിച്ചിട്ട് 2 തോറ്റിട്ട് 6 പോയിന്റുമായിട്ട് 6ാം സ്ഥാനത്തുണ്ട്. 7ാം സ്ഥാനത്ത് മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസ് വളരെ പെട്ടെന്ന് 7-ലെത്തിയായിരുന്നു. 6 മത്സരങ്ങളിൽ 2 ജയിച്ചിട്ട് 4 തോറ്റിട്ട് 4 പോയിന്റുമായിട്ട് 7ാം സ്ഥാനത്തുണ്ട്. 8ാം സ്ഥാനത്ത് രാജസ്ഥാൻ റോയൽസ് ആണ്. 6 മത്സരങ്ങളിൽ 2 ജയിച്ചിട്ട് 4 തോറ്റിട്ട് 4 പോയിന്റുമായിട്ട് 8ാം സ്ഥാനത്ത്. 9ാം സ്ഥാനത്ത് സൺറൈസേഴ്സ് ആണുള്ളത്. 6 മത്സരങ്ങളിൽ 2 ജയിച്ച് 4 തോറ്റിട്ട് 4 പോയിന്റുമായിട്ട്. അതുപോലെ തന്നെ 10ാം സ്ഥാനത്ത് 7 മത്സരങ്ങളിൽ 2 ജയിച്ചിട്ട് 5 തോറ്റിട്ട് 4 പോയിന്റുമായിട്ട് CSK ആണുള്ളത്. ഇതിനകത്ത് 7ാം സ്ഥാനം മുതൽ 10ാം സ്ഥാനം വരെയുള്ള ടീമുകൾ 4 പോയിന്റാണ് നിലനിർത്തുന്നത്. 5ാം സ്ഥാനത്തും 6ാം സ്ഥാനത്തുള്ള ടീമുകൾ 6 പോയിന്റാണ് നിലനിർത്തുന്നത്. അപ്പോൾ ഇനിയും ഇതിനകത്ത് ഒരുപാട് ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. ചേഞ്ച് വരും ഉറപ്പായിട്ടും. അടുത്ത മത്സരങ്ങൾക്ക് ശേഷം നമുക്ക് ആ ചേഞ്ച് എന്തൊക്കെയാണെന്ന് നോക്കാം.
നാളത്തെ മത്സരം എന്ന് പറയുന്നത് പഞ്ചാബ് കിങ്സും അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമാണ്. അപ്പോൾ നാളെ ആ ഒരു മത്സരത്തിൽ ആര് ജയിക്കുമായിരിക്കാനാണ് സാധ്യത കൂടുതലെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്നലത്തെ കളിയും ഇന്നത്തെ കളിയൊക്കെ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം ആ കളിയിൽ എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളതെന്നുള്ളത് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ ഒരു ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ. സോ ഇപ്പോൾ എന്തായാലും ചെന്നൈ ആരാധകർക്ക് കുറേ കളിക്ക് ശേഷം വന്നൊരു വിജയം അവർ എൻജോയ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നിങ്ങളൊരു ചെന്നൈ ഫാനാണെങ്കിൽ ഒരു യെല്ലോ ഇമോജി ലവ് ഇവിടെ താഴെ കമൻ്റായിട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.